കബനിഗിരിയിൽ വീണ്ടും വന്യജീവി ആക്രമണം. പനച്ചിമറ്റത്തിൽ ജോയുടെ ആടുകളെ വീണ്ടും ആക്രമിച്ചത് കടുവയെന്ന് സംശയമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്, നാട്ടുകാരെന്താണ് വ്യക്തമാക്കിയത്? അനുജ, ഞാൻ ആ സ്ഥലത്താണ് നിൽക്കുന്നത്. പനച്ചിമറ്റത്തിൽ ജോയിയുടെ വീട്ടിലാണ് വീണ്ടും ഈ വന്യജീവി എത്തിയിട്ടുള്ളത്. അതിന്റെ പഗ്മാർക്ക് പരിശോധിച്ചപ്പോൾ 11 സെന്റിമീറ്ററാണ്. 7 മുതൽ 11 സെന്റിമീറ്റർ വരുമ്പോൾ സ്വാഭാവികമായി അത് ലെപ്പേർഡാവാൻ, അതായത് പുലിയാവാനാണ് സാധ്യത എന്നുള്ള കണക്കൂട്ടിലാണ് വനം വകുപ്പുള്ളത്. നേരത്തെയും പുലിയുടെ ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിട്ടുള്ളതുമാണ്. ഇവിടെ ഇപ്പോൾ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല കൂട് ഒന്ന് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വനം വകുപ്പ് റേഞ്ച് ഓഫീസർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ പരിശോധന നടത്തുന്നുണ്ട്. ഇവിടേക്ക് കൂടിപ്പോൾ നിലവിൽ മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ്. നമുക്ക് നേരെ പനച്ചിമറ്റത്തിൽ ജോയിലേക്ക് തന്നെ പോകാം. അദ്ദേഹത്തിന്റെ 3 ആടുകളെ ഇതിനകം ഈ വന്യജീവി കൊന്ന് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇന്നലത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട് നമ്മുടെ റൂമിലായിരുന്നു കെട്ടിയത്. അപ്പോൾ ഇവക്ക് ചെനയുള്ളത് കൊണ്ട് അതിനെ കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാനാവുന്നില്ല. അതിന് തണുപ്പ് ബാധിച്ചപ്പോൾ എഴുന്നേറ്റില്ല. അപ്പോൾ ഞാനൊരു 7:30 ആയപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, അപ്പോൾ നമുക്ക് 7:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് മാറ്റി കെട്ടാം എന്നും പറഞ്ഞ് ഞങ്ങൾ മാറ്റി കെട്ടിയതാണ്. രാത്രി ഒരു 12 മണി വരെ അവളിങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു കാർച്ച കാറുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ മിണ്ടുന്നില്ല. അപ്പോൾ ഉറങ്ങി കാണും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളും മയങ്ങിപ്പോയി. പക്ഷെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ കിടന്നത്, കൂട്ടിലൊക്കെ ലൈറ്റ് ഇട്ട്. അപ്പോൾ നേരം എടുത്ത് ഞാൻ നോക്കുമ്പോൾ ആടിനെ, അല്ലെങ്കിൽ അവൾ എഴുന്നേറ്റ് നിൽക്കുന്ന ആടിനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ കൊച്ചിനോട് പറയടാ നീ കൂട്ടിലൊന്ന് പൊക്കെ ആട് നോക്കട്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ കൂടിൻ്റെ അടുത്ത് വന്നൊരു വലിയൊരു കാർച്ച കാർ അച്ഛ ഓടി വാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു പ്രയാസം തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയൻ ഉൾപ്പെടെയുള്ളവരുണ്ട്, വാർഡ് മെമ്പറുണ്ട്, ജനപ്രതിനിധികളുണ്ട്. സർ, പിതാവ്, എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചേ ഇവർ നല്ല മനുഷ്യരായതുകൊണ്ട് 2 ദിവസം മുമ്പ് ഇവിടെ നടന്നത് 2 ആടിനെ കൊല്ലാൻ നോക്കി. ഒരെണ്ണം ചത്തില്ല. ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാർ വളരെ സംയമനത്തോടു കൂടി ഞങ്ങൾ ഉടനെ കൂട് വെക്കുമെന്ന് പറഞ്ഞു. ജനമെല്ലാം പിരിഞ്ഞുപോയി. എല്ലാവരും അവരെ അംഗീകരിച്ചു. പക്ഷേ സന്ധ്യയായപ്പോൾ കൊണ്ടുവന്ന് കാണിച്ചത് തീർത്തും ഒരു ബുദ്ധിഹീനമായ ഒരു പ്രവൃത്തിയാണ്. ഈ കൂടിൻ്റെ അകത്ത് ഈ പുലി പിടിച്ച ആടിനെ കൊണ്ടേ കെട്ടുതൂക്കിയിട്ടു. ചത്തയാടിനെ സാധാരണഗതിയിൽ ആരും ചെയ്യുന്നതല്ല. ഒരു പുലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവനുള്ള ആടിനെ കെട്ടാനുള്ള ഒരു സന്മനസ് പോലും ഈ ഡിപ്പാർട്ട്മെൻറ്റുകാർ കാണിച്ചില്ല. അതിനുള്ള സാമ്പത്തികം പോലും ഇല്ലാത്ത പാപ്പരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലത്തെ ദിവസം കഴിഞ്ഞു. അത് ഈ കൂടിൻ്റെ അടുത്തൊന്നും അല്ല, ആടിൻ്റെ കൂടിൻ്റെ അടുത്തൊന്നും അല്ലായിരുന്നു കൂട് സ്ഥാപിച്ചിരുന്നത്. ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇന്നലെ രാത്രിയായപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യൻ്റെ 3ാമത്തെ ആടിനെ കഴിച്ചു. ഈ മനുഷ്യൻ എന്ന് പറയുന്നത്, അദ്ദേഹം കരയുന്നത് കണ്ടില്ലേ? അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം വെറും പാവപ്പെട്ട വീട്ടിലെ ഒരാളാണ്. അദ്ദേഹം ഷുഗർ ഹൈ ആയിട്ട് അദ്ദേഹത്തിൻ്റെ കാല് നോക്ക്, ഓരോ ദിവസവും ചെല്ലുമ്പോൾ കുറേശ്ശെ കാലിൻ്റെ വിരലും മുറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന വ്യക്തിയാണ്. അത്രമാത്രം രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരാഴ്ച മുമ്പ് തെന്നി വീണിട്ട് അദ്ദേഹത്തിൻ്റെ കാലും പൊട്ടലുണ്ടായിട്ട് വിശ്രമത്തിലാണ്. ഇവർ 2 പേരും ഇല്ലാത്ത സമയത്ത് മകൻ പശുവിന് പുല്ല് എത്താൻ പോയപ്പോൾ മകൻ്റെ കയ്യിൽ കത്തി കൊണ്ട് ഞരമ്പ് മുറിഞ്ഞിരിക്കുക. അത്രമാത്രം പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ആദ്യത്തെ ഒരു ദിവസം വെച്ചിരുന്ന ക്യാമറ 2ാമത്തെ ദിവസം കാണാൻ പോലുമില്ല. അന്നേരത്തേക്ക് അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും ഇതിവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥ കൊണ്ടാണ് ഇത്രമാത്രം സംഭവമുള്ളത്. ജനം മുഴുവൻ പരിഭ്രാന്തിയിലാണ്. കാരണം പുലിക്ക് വനംവകുപ്പിന്റെ അനാസ്ഥയുണ്ട് വയനാട് കബനിഗിരിയിൽ എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ഇത് പലതവണയായി കർഷകരുടെ ആടിനെ ആക്രമിച്ച് കൊല്ലുന്നു എന്ന തരത്തിലേക്ക് ഇന്നലെയും ഉണ്ടായിട്ടുണ്ട് ആ സംഭവം. അതുകൊണ്ട് തന്നെ വലിയ അനാസ്ഥയുണ്ടായിട്ടുണ്ട് അവിടെ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്.